ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്റർ നോക്കാം. 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് വൈദ്യുതിയുടെ ലോകം. അപ്പോൾ ഒരു അച്ഛന് കുട്ടിയോട് പറയണ, അയ്യോ കറണ്ട് പോയി, ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ കുട്ടി പറഞ്ഞു, ഇവിടെ എമർജൻസി ലാമ്പ് ഉണ്ടല്ലോ, അത് ഓൺ ചെയ്താൽ പോരെ മുത്തച്ഛന്ന് പറഞ്ഞു. ശരി. അപ്പോൾ ഇങ്ങനെയൊരു സന്ദർഭം നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. കറണ്ട് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെളിച്ചത്തിനായിട്ട് നമ്മൾ മറ്റു പലതും ഉപയോഗിക്കാറുണ്ട്. ഒന്നെങ്കിൽ വിളക്ക് കത്തിക്കും, അതുപോലെ മെഴുകുതിരി കത്തിക്കും, അല്ലെങ്കിൽ ചിലർ എമർജൻസി ലാമ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കറണ്ട് പോകുന്ന ലൈറ്റുകൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്യും. വൈദ്യുതി ഇല്ലാതാകുമ്പോൾ പലരും പല സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത്തരമൊരു സംവിധാനമാണ് എമർജൻസി ലാമ്പ്. നിങ്ങളുടെ വീട്ടിൽ എമർജൻസി ലാമ്പ് ഉണ്ടോ? നമുക്കൊരു എമർജൻസി ലാമ്പ് നിർമ്മിച്ചാലോ? അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ എമർജൻസി ലാമ്പ് ഉണ്ടോ? നമ്മുടെ വീട്ടിലൊക്കെ എമർജൻസി ലാമ്പ് ഉണ്ടായിരിക്കും അല്ലേ? നമുക്ക് എങ്ങനെയാണത് നിർമ്മിക്കുക, നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോൾ ഇവിടെ ഒരു കുട്ടി പറയുകയാണ്, എൻ്റെ വീട്ടിൽ എമർജൻസി ലാമ്പ് ഉണ്ട് എന്ന്. അപ്പോൾ എങ്ങനെയാണ് എമർജൻസി ലാമ്പ് നിർമ്മിക്കുക? എന്തൊക്കെ വേണം എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ? അപ്പോൾ ഒരു കുട്ടി, എമർജൻസി ലാമ്പ് ഉണ്ടാക്കിയോ? നല്ല ഐഡിയ. എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ എന്തെല്ലാം വേണം, അപ്പം എന്തൊക്കെ വേണ്ടി വരും? നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയാം, അതിൻ്റെ ഉള്ളിലുള്ള ഒരു ലൈറ്റിൽ ബൾബ് വേണ്ടി വരും അല്ലേ? ഒരു പ്രകാശം കിട്ടാനുള്ള ബൾബ് വേണം. അതുപോലെ നമുക്ക് വൈദ്യുതി അതിലേക്ക് എത്തിക്കാൻ ഒന്നെങ്കിൽ ബാറ്ററിയോ സെല്ല്, അങ്ങനെ എന്തെങ്കിലും ബാറ്ററി വേണം അല്ലേ? അതുപോലെ കണക്ട് ചെയ്യാൻ വയറ് വേണം, ഒരു സ്വിച്ച് വേണം, അതുപോലെ ഒരു ഫ്രെയിം വേണം അല്ലേ? അതിൻ്റെ ഒരു എന്താ പറയുക, എമർജൻസി നിൽക്കാനുള്ള സ്റ്റാൻഡ് ഫ്രെയിം വേണം അല്ലേ? സ്റ്റാൻഡൊക്കെ വേണം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇനി വൈദ്യുതി ലഭ്യത. വൈദ്യുതി ഒരു ഊർജ്ജ രൂപമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. മറ്റ് പല ഊർജ്ജ രൂപങ്ങളിലേക്കും എളുപ്പം മാറ്റാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി. വൈദ്യുതോർജ്ജവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരിശോധിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. റിമോട്ട്, ക്ലോക്ക്, മൊബൈൽ, അതുപോലെ എമർജൻസി ലാമ്പ്, അതുപോലെ ഇസ്തിരി പെട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈദ്യുതി എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ റിമോട്ടിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് വൈദ്യുതി കിട്ടുന്നത്? ബാറ്ററി ഇട്ടിട്ടാണ്. ക്ലോക്കിലാണെങ്കിലും ബാറ്ററിയാണ്. പക്ഷേ മൊബൈൽ നമ്മൾ ബാറ്ററി അല്ല, അത് ബാറ്ററിയാണ്. പക്ഷെ നമ്മൾ റീചാർജ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മൊബൈൽ പ്രവർത്തിക്കുന്നത്. എമർജൻസി ലാമ്പ് ആണെങ്കിലും ചിലത് അങ്ങനെയുള്ള, ചിലത് തീർന്നത് കണ്ടുള്ളതുണ്ട്, അതുപോലെ റീചാർജ് ചെയ്യാൻ പറ്റുന്നതും ഉണ്ട്. അയൺ ബോക്സ് ആണെങ്കിൽ നമുക്ക് നേരിട്ട് ഇത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വൈദ്യുതി നേരിട്ട് കുത്തിവെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കറണ്ട് അതിലേക്ക് വരുന്നത്. അപ്പോൾ ഇവക്കൊക്കെ ഓരോ വസ്തുക്കൾക്കും വിവിധ തരത്തിലാണ് വൈദ്യുതി കിട്ടുന്നത്. നമുക്ക് നെക്സ്റ്റ് പേജിൽ നമുക്ക് നോക്കാം എന്താണ് പറയുന്നതെന്ന്. വൈദ്യുതി നൽകുന്ന ചില സംവിധാനങ്ങളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ, ഒരു സെല്ലിൻ്റെ ചിത്രമുണ്ട്, ഒരു ബാറ്ററി ഉണ്ട്, അതുപോലെ പിന്നെ പവർ സ്വിച്ചിൻ്റെ ഒരു ഇതുണ്ട്, അതുപോലെ സോളാറിൻ്റെ പിക്ചറുണ്ട്. അപ്പോൾ ഇത്രയും വസ്തുക്കളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വൈദ്യുതി ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ വൈദ്യുതി സെല്ലുകൾ, ജനറേറ്റർ, സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന ഒരു സംവിധാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈദ്യുത സ്രോതസ്സുകൾ. അപ്പോൾ ഈ രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ. അപ്പോൾ ഇവയിൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി സംഭരിച്ച് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് ഉപയോഗിക്കുമ്പോൾ ആ രാസോർജ്ജം എന്തായി മാറും? വൈദ്യുതോർജ്ജമായി മാറുകയാണ്. അപ്പോൾ ഇനി അടുത്തത് സെല്ലും ബാറ്ററിയും. സെൽ എന്നും ബാറ്ററി എന്നും കേട്ടിട്ടില്ല. എന്താണ് സെല്ലുകളും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം, ചിത്രം 1, ചിത്രം 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രം 1 ഒരു സെല്ലിൻ്റെ ചിത്രമാണ്, അതുപോലെ ചിത്രം 2 ആണെങ്കിൽ ബാറ്ററിയാണ്. അപ്പോൾ ഒന്നിലധികം സെല്ലുകൾ ഒരുമിച്ച് ഘടിപ്പിച്ച്, ഒരു ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന ഒരു സംവിധാനമാണ് ബാറ്ററി. നമുക്കിവിടെ നോക്കാം, 3 രീതിയിൽ സെല്ലുകളെ ബന്ധിപ്പിച്ച ചിത്രങ്ങൾ. നെക്സ്റ്റ് പേജിൽ ചിത്രങ്ങൾ A, B, C പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് രീതിയിലാണ് വൈദ്യുതി നമുക്ക് കിട്ടുക, എങ്ങനെ ഘടിപ്പിച്ചാലാണെന്നാണ് ചോദിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും സി തന്നെയാണ്, സി പിക്ചറിൽ തന്നെയാണ് ശരിയായ രീതി കൊടുത്തിട്ടുള്ളത്. ശരിയായ രീതിയിൽ അതിൽ നിന്നാണ് നമുക്ക് വൈദ്യുതി കിട്ടുക. എങ്ങനെ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ
പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ബന്ധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വൈദ്യുതി ലഭിക്കുകയുള്ളൂ. ഇനി അടുത്ത് 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. മൊബൈലിൻ്റെയും ക്ലോക്കിൻ്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ 2 ഉപകരണങ്ങളിലും എങ്ങനെയാണ് വൈദ്യുതി ലഭിക്കുന്നത്? എന്ത് സ്രോതസ്സിൽ നിന്നാണ്? നമുക്കറിയാം ക്ലോക്കിലാണെങ്കിൽ ബാറ്ററിയാണ്, മൊബൈലാണെങ്കിലും ബാറ്ററിയാണ്, പക്ഷേ റീചാർജബിൾ ബാറ്ററിയാണ്. ഈ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത സോഴ്സുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം? നമുക്കറിയാം വ്യത്യാസം തന്നെയാണല്ലേ. ഒന്ന് നമ്മൾ ക്ലോക്കിലെ ബാറ്ററി എന്ത് ചെയ്യും, നമ്മളത് ചാർജ് തീർന്നു കഴിഞ്ഞാൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വലിച്ചെറിയാനേ പറ്റുള്ളൂ. പക്ഷേ മൊബൈലാണെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ചാർജ് ചെയ്ത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി വൈദ്യുതിയുടെ ലഘുചരിത്രം എന്ന് പറഞ്ഞിട്ട് ഒരു അധിക വായനക്ക് കൊടുത്തിട്ടുണ്ട്. വൈദ്യുതി പ്രകാശം, താപം, ശബ്ദം തുടങ്ങിയ വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. വളരെയധികം ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപമാണ് വൈദ്യുതി. ഒരു തരം മരക്കറ ഉറച്ച് ഉണ്ടാവുന്ന ആംബർ എന്ന പദാർത്ഥം കമ്പിളിയിൽ ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കൾ ആകർഷിക്കുന്നുണ്ടെന്ന് പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് അനേകം ആളുകൾ അനേക കാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വൈദ്യുത ഉൽപ്പാദനവും അവയുടെ ഉപയോഗവും സാധ്യമായത്. ഇതിൽ പറയുന്നത് വൈദ്യുതി ഉണ്ടായിട്ട് ഇതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു പുരാതന ചരിത്രമാണ് അധിക വായനക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളാണ്. നമുക്ക് നെക്സ്റ്റ് പേജിൽ നോക്കാം. ബാറ്ററി ഉപയോഗിച്ച് ബൾബ് പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട്, വെളിച്ചം ലഭിക്കാൻ വൈദ്യുത ബൾബുകളാണല്ലോ നാം സാധാരണയായി ഉപയോഗിക്കുന്നത്. പലതരം ബൾബുകൾ ഉപയോഗത്തിലുണ്ട്. ഈ ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ നിന്ന് നോക്കൂ, ഒരു ഏത് ബൾബുകളാണ് എമർജൻസി ലാമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്? നമുക്കറിയാം ഒരു LED ലൈറ്റുകളാണല്ലേ. എന്താണ് ഈ LED ലൈറ്റ് ഉപയോഗിക്കുന്നതിനുള്ള മേൽമാൻ ചോദിച്ചാൽ, LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് LED ഫുള്ള്. ഊർജ്ജ ലാഭത്തിനായി ഗണ്യമായി സഹായിക്കുന്നു. ഇപ്പോൾ ഊർജ്ജ ലാഭമാണ് ലക്ഷ്യമിടുന്നത്. സാധാരണ ഇലക്ട്രിക് ബൾബുകളേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി CFL-ന്. സമീപകാലം വരെ വ്യാപകമായി ഇത് ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് CFL സാധാരണയായി ഉപയോഗിക്കുന്നില്ല. CFL-നേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി LED ബൾബുകൾക്ക്. അതുപോലത്തെ ഇപ്പോൾ ഈ LED ബൾബുകൾ വരെ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവയെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടെ 3 പിക്ചർ എടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നത് ഫിലമെൻറ്റ് ബൾബ്, അതുപോലെ കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് CFL, പിന്നെയാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED. ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് LED മൊഡ്യൂൾ. അപ്പം നമുക്കറിയാം ഒന്നിലധികം LED ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കിയ ഒരു ക്രമീകരണത്തിന് LED മൊഡ്യൂൾ എന്നാണ് പറയുക. അപ്പോൾ നമുക്കൊരു LED മൊഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ശാസ്ത്ര കിറ്റ് ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച ശാസ്ത്ര കിറ്റ്, നമ്മൾ എന്ത് ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്താനുണ്ടാക്കിയൊരു കിറ്റ് ഉണ്ട്. അതിൽ നിന്ന് കണക്റ്റിംഗ് വയർ എടുക്കണം. അതുപോലെ LED മൊഡ്യൂൾ, ഒരു 9 വാട്ട് ബാറ്ററി, അതുപോലെ കണക്റ്റർ എന്നിവ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ബൾബ് പ്രകാശിപ്പിക്കാമെന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ഇതൊക്കെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, ബൾബ് LED മൊഡ്യൂൾ പ്രകാശിപ്പിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് വൈദ്യുതി സർക്യൂട്ട് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിന് ഉള്ള ഒരു ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് എന്തുണ്ടാവും, ഒരു ചാലക കമ്പിയും ഒരു വൈദ്യുത സോഴ്സും അതുപോലെ വൈദ്യുത ഉപകരണവും ഉണ്ടായിരിക്കും. ഇവിടെ 3 സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇതിൽ എല്ലാം തുറന്ന സർക്യൂട്ടുകളാണ്. അപ്പോൾ നമുക്കറിയാം തുറന്ന സർക്യൂട്ടുകളും അടഞ്ഞ സർക്യൂട്ടുകൾ അങ്ങനെ ഉണ്ട്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അതെന്താണ്, തുറന്ന സർക്യൂട്ടാണ്. അപ്പോൾ അടഞ്ഞ സർക്യൂട്ടാണെങ്കിൽ മാത്രമേ അതിലുള്ള ഉപകരണങ്ങൾ എന്ത് ചെയ്യുള്ളൂ, പ്രവർത്തിക്കൂ എന്ന് പറയുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങൾ, അതായത് സർക്യൂട്ട് 1 സർക്യൂട്ട് 2 പറഞ്ഞിട്ട് ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒന്നിൽ ബൾബ് പ്രകാശിക്കുന്നുണ്ട്, മറ്റേതിൽ ബൾബ് പ്രകാശിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് നമുക്കറിയാം, തുറന്ന സർക്യൂട്ടാണ്. മറ്റേതാണ് 2 അടഞ്ഞ സർക്യൂട്ട്. അപ്പോൾ ഇങ്ങനെ സർക്യൂട്ടുകൾ തുറന്നതും അടഞ്ഞതും നമ്മൾ ആവശ്യാനുസരണം ആക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സംവിധാനം എന്ത് ചെയ്യണം, ഇതിൽ ക്രമീകരണത്തിൽ വെക്കണം, ഏത് സർക്യൂട്ടിൽ വെക്കണം. അങ്ങനെയുള്ള സംവിധാനമാണ് സ്വിച്ച്. അതിനാണ് നമ്മളിപ്പം മുറിയിലിരിക്കുമ്പോൾ നമുക്ക് ബൾബും ഫാനും പ്രവർത്തിപ്പിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ബൾബിലേക്കും ഫാനിലേക്കുമുള്ള സർക്യൂട്ടുകൾ അടഞ്ഞതും തുറന്നതുമാക്കണ്ടേ. അപ്പോൾ നമ്മൾ മുറിയിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ എന്താണ്, ബൾബും ഫാനൊക്കെ ഓഫ് ചെയ്യണം. അപ്പോൾ ആവശ്യമുള്ളപ്പോഴൊക്കെ സർക്യൂട്ടുകൾ അടഞ്ഞതും തുറന്നതുമാക്കാൻ മാറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കേണ്ട. അതിനുള്ളൊരു സംവിധാനമാണ് സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ബൾബ് പ്രകാശിപ്പിക്കാനും ഓഫാക്കാനും ഉള്ളൊരു മാർഗ്ഗമാണ് സ്വിച്ച്. ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാകുന്നു, സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സർക്യൂട്ട് തുറന്നതാകുന്നു. ഇനി ഇവിടെ അധിക വായനക്കെന്ന് പറഞ്ഞിട്ട്
ഒരു വിവിധ തരം സ്വിച്ചുകളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള സ്വിച്ചുകൾ തന്നെയാണ് നമ്മളെ വീട്ടിലൊക്കെ ഉള്ള സാധാരണ സ്വിച്ചാണ് ഒന്ന്. അതുപോലെ ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ 2 വേ പവറായിട്ട് 2 വേ സ്വിച്ച് ഉണ്ട് വരുന്ന 2 വേ പവർ വരുന്ന. പിന്നെ അതുപോലെ ബെല്ലിൻ്റെ സ്വിച്ച് ഇങ്ങനെ ആയിരിക്കും. അതുപോലെ പുഷ് ബട്ടൺ സ്വിച്ചുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ സ്ലൈഡിങ് സ്വിച്ച്, മെയിൻ സ്വിച്ച്. നമ്മുടെ വീട്ടിലൊക്കെ മെയിൻ സ്വിച്ച് ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെ വലിക്കണ ഒരു സാധനം മെയിൻ സ്വിച്ച്. അതാണ് ഇത്രയും ഒരു 6 സ്വിച്ചിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ചിത്രമൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിൽ എന്താ പറയുന്നത് നോക്കാം. നെക്സ്റ്റ് പേജ് മറിച്ച് നോക്കാം. ഒഴുകുന്ന വൈദ്യുതി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും മതി. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.